ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ചിട്ടാണ്. ബയോഡൈവേഴ്സിറ്റി എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ബയോഡൈവേഴ്സിറ്റിയുടെ പാറ്റേൺസ്, അതേപോലെ ബയോഡൈവേഴ്സിറ്റി നമുക്ക് എങ്ങനെ കൺസേർവ് ചെയ്യാം, 2 ടൈപ്പിൽ കൺസേർവ് ചെയ്യാന്ന് പറഞ്ഞു. എസിറ്റു കൺസർവേഷൻ, ഇൻസിറ്റു കൺസർവേഷൻ, അതൊക്കെ നമ്മൾ പറഞ്ഞു. അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഓർമ്മയുണ്ടോ നോക്കുക. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഓർഗാനിസംസ് ആൻഡ് എൻവയോൺമെന്റ് ആണ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആദ്യം വരുന്നതാണ് ഹാബിറ്റൈറ്റ്. ഹാബിറ്റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന്റെ നേച്ചുറൽ എൻവയോൺമെന്റിനെയാണ് നമ്മൾ ഹാബിറ്റൈറ്റ് എന്ന് പറയാം. ആ ഹാബിറ്റൈറ്റിലെ ആ ഓർഗാനിസത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഓർഗാനിസത്തിന് ഒരു നേച്ചുറൽ എൻവയോൺമെന്റ് ഉണ്ടെങ്കിലാണ് അതിനെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഓർഗാനിസത്തിന് അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റൈറ്റ് അതിനവിടെ ഉണ്ടായിരിക്കണം. ഈ ഹാബിറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ വരിക, പ്ലേസ്, ലൊക്കാലിറ്റി, അങ്ങനെ ഒരു ഓർഗാനിസത്തിലുള്ള ആ പ്ലേസിനെയാണ് നമ്മൾ, കുറെ ഓർഗാനിസംസ് ഉണ്ടാവും, പല ടൈപ്പ് ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടാവും. അവരൊക്കെ ഉള്ള ഒരു ഏരിയനെയാണ് നമ്മൾ ഹാബിറ്റൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഓർഗാനിസത്തിന്റെ പോപ്പുലേഷൻ ഉള്ള ഏരിയനെയാണ് നമ്മൾ ഹാബിറ്റൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനിയും ഹാബിറ്റൈറ്റ് എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ എന്താ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ്. അപ്പൊ ഒരു ഹാബിറ്റൈറ്റില് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ്, നമ്മൾ പറഞ്ഞ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദ ടേം മൈക്രോ ഹാബിറ്റൈറ്റ് അല്ലെങ്കിൽ മൈക്രോ എൻവയോൺമെന്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുക എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ഏരിയനെ മാത്രം പറയണേന്ന്. അല്ല, ചെറിയ ഏരിയനെ നമ്മൾ ഹാബിറ്റൈറ്റ്, ഓർഗാനിസത്തിന്റെ ഹാബിറ്റൈറ്റ് ആണ്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അണ്ടർ സർഫസ് ഓഫ് സ്റ്റോണ്, ഈ കല്ലിന്റെ അടിയിലുള്ള ഏരിയ, അവിടെ ചെറിയ ചെറിയ ബാക്ടീരിയ, ഓർഗാനിസംസും ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടാവും. അതും ഒരു ഹാബിറ്റൈറ്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നിഷ് എന്ന് പറയുന്നത്. നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ഓൾ സ്പെസിഫിക് റിക്വയർമെന്റ്സ് സച്ച് ആസ് റിസോഴ്സസ്. ഇപ്പം ഒരു ഓർഗാനിസംസ് അവരുടെ ഒരു നിഷ് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ അവിടെയാണ് അവർക്ക് റിസോഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുക. അവർക്ക് വേണ്ട ആ ഒരു സ്പെസിഫിക് റിക്വയർമെന്റ്സ്, ആ ഒരു സ്പീഷീസിന് വേണ്ട സ്പെസിഫിക് റിക്വയർമെന്റ്സ്, ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുക ആ നിഷിലാണ്. അപ്പൊ ഈ ഹാബിറ്റൈറ്റിന്റെ ഉള്ളിലാണ് നിഷ് ഉണ്ടായിരിക്കുക. ഓക്കെ, അവരുടെ കൂട് എന്നൊക്കെ പറയുന്ന ഒരു ഇതിനെയാണ് നമ്മൾ നിഷ് എന്ന് പറയുന്നത്. അവിടെയാണ് അവരുടെ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് ഹാബിറ്റൈറ്റ് എന്താണെന്നാണ്. അപ്പോൾ ഹാബിറ്റൈറ്റ് ആൻഡ് നിഷ്. ദ പ്ലേസ് വേർ ആൻ ഓർഗാനിസംസ് ലീവ്സ് ഈസ് കോൾഡ് ഹാബിറ്റൈറ്റ്. ഓരോ ഓർഗാനിസംസ് ലീവ് ചെയ്യണ ആ പ്ലേസിനെയാണ് നമ്മൾ ഹാബിറ്റൈറ്റ് എന്ന് പറയാം. പിന്നെ ഹാബിറ്റൈറ്റ് ക്യാരക്ടറൈസ്ഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ഡൊമിനന്റ് ഫോംസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽ ലൈഫ്. അപ്പൊ ഹാബിറ്റൈറ്റ് ഇതാക്കുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഇപ്പൊ ഒരു എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ അത് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഫിസിക്കൽ ഫീച്ചേഴ്സ്, അവരുടെ ഇപ്പൊ ഒരു എന്താ എൻവയോൺമെന്റിൽ പ്ലാന്റ്സിന് ഹൈറ്റ് കൂടുന്നു, ഹൈറ്റ് കുറയണു, അങ്ങനെയുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഹാബിറ്റൈറ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വി അണ്ടർസ്റ്റാൻഡ് ദ ഹാബിറ്റൈറ്റ് മേ റിഫർ ടു പ്ലേസ് ഓക്യുപ്പൈ ആന്റീരിയർ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. ഈ ഹാബിറ്റൈറ്റിലെ എല്ലാ ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്പീഷീസും ഉണ്ടായിരിക്കും. കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ആണ്. ഓക്കെ, ആ ഒരു ഏരിയയിലുള്ള എല്ലാ പോപ്പുലേഷൻസും ആ ഒരു എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കും. അതാണ് പറയണേ. For example, a large number of species are found in the forest habitat. ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റൈറ്റ് ആണ്. ലാർജ് നമ്പർ ഓഫ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ആണ്. ഒരു കമ്മ്യൂണിറ്റി ഫുള്ളും എന്തിലുണ്ടാവും, ഒരു ഹാബിറ്റൈറ്റിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി എന്താണ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ environmental conditions, particular habitat indicates some specific traits. അതുപോലെ തന്നെ എല്ലാ അനിമൽസിനും പ്ലാന്റ്സിനും എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ
പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻസിലാണ് അവർ ജീവിക്കുക. അവർക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റ് ആവശ്യമാണ്. ഏറ്റവും അത്യാവശ്യം അവരുടെ ഒരു ഹാബിറ്റൈറ്റ് ആണ്, നേച്ചുറൽ ഹാബിറ്റൈറ്റ് ആണ് അവരുടെ ഏറ്റവും അത്യാവശ്യം. അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിലും അഡാപ്റ്റേഷൻ ഒക്കെ ഉണ്ടാവണമെങ്കിലും അവർക്ക് എന്താണ് ആ എൻവയോൺമെന്റ് അത്യാവശ്യമാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റിലാണ് അവർ വളരുള്ളൂ. For example, plants growing on saline soils as a circular characterized not found in plants growing normal non-saline soils. അപ്പൊ ഈ saline soils എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് രസമുള്ള മണ്ണ്, അവിടെ വളരണ പ്ലാന്റ്സിന്റെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഹൈറ്റ് കൂടുതൽ കുറേ അങ്ങനെയൊക്കെ ആയിരിക്കാം. ആ ഒരു ക്യാരക്ടർ നോൺ സലൈൻ സോയിൽസ്, ഉപ്പ് രസം ഇല്ലാത്ത സാധാ മണ്ണുള്ള ഇവിടെ ഉള്ള പ്ലാന്റ്സിന് ആ ക്യാരക്ടർ ഉണ്ടാവില്ല. അപ്പൊ രണ്ടുപേരുടെയും ക്യാരക്ടർ ഡിഫറെന്റ് ആയിരിക്കും. കാരണം അവിടെ എൻവയോൺമെന്റ്, അവരുടെ ഹാബിറ്റൈറ്റ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അവരുടെ ക്യാരക്ടറും ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റ് അവരുടെ ക്യാരക്ടറിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡൊമിനന്റ് ആയിട്ടുള്ള ട്രേറ്റ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഹാബിറ്റൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഹാബിറ്റൈറ്റ് കുറെ ടൈപ്പ് ഉണ്ട്. എന്താണ് ഇപ്പൊ എന്താണ് ടെറസ്ട്രിയൽ ഹാബിറ്റൈറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ഹാബിറ്റൈറ്റ് ഉണ്ട്, മറൈൻ ഹാബിറ്റൈറ്റ്, ഇതൊക്കെ ഓരോ സ്ഥലങ്ങൾ, ഓരോ പ്ലേസസ് എന്ന് നമുക്ക് പറയാം. ആ ഒരു ഹാബിറ്റൈറ്റിനെ മൊത്തം കൂടിയിട്ട് നമ്മൾ പറയുന്നതാണ്, എല്ലാം വരുന്നതാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹാബിറ്റൈറ്റ് ക്യാൻ കണ്ടെയ്ൻ ഇക്കോളജിക്കൽ നിഷ് സപ്പോർട്ട് വെറൈറ്റി ഓഫ് സ്പീഷീസ്. അപ്പൊ നിഷ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹാബിറ്റൈറ്റിലുള്ള ഒരു സ്പീഷീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നിഷ് എന്ന് പറയുന്നത്. ദ ഇക്കോളജിക്കൽ നിഷ് ഓഫ് ഓർഗാനിസംസ് റീപ്രസെന്റ് റേഞ്ചസ് കണ്ടീഷൻസ് ദാറ്റ് ക്യാൻ ബി ടോളറേറ്റ് ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസ്. അപ്പൊ അവരുടെ ആ നിഷിലെ അവർക്ക് എന്താണ് ഈ എൻവയോൺമെന്റൽ കണ്ടീഷൻസിനൊക്കെ ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവൊക്കെ ആ ഒരു ഇതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ റിസോഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് ഫുഡൊക്കെ അവരുടെ നിഷിലാണ് അവർക്ക് കിട്ടുക. പിന്നെ പറയുന്നത് ഫങ്ഷണൽ റോൾസ് ഒക്കെ നടക്കുന്നത് ആ നിഷിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഈച്ച് സ്പീഷീസ് ആസ് എ ഡിസ്റ്റിങ്ക്റ്റ് നിഷ്. ഓരോ സ്പീഷീസിനും അവരുടേതായ ഓരോ നിഷ് ഉണ്ടായിരിക്കും. നോ ടു സ്പീഷീസ് ബിലീവ് ടു ഓക്യുപ്പൈ എക്സാക്ട്ലി ദ സെയിം നിഷ്. ഒരേ നിഷിൽ തന്നെ ഒരേ സ്പീഷീസ് രണ്ട് ടൈപ്പ് ഓഫ് സ്പീഷീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് എന്താണ് ഓക്യുപ്പൈ ചെയ്യില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള നിഷിലായിരിക്കും അവർ ഓക്യുപ്പൈ ചെയ്യുക. ഒരു നിഷില് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്പീഷീസിന് മാത്രമേ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പ്ലാന്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു 5 ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദ ഹാബിറ്റൈറ്റ്. അപ്പൊ ഹാബിറ്റൈറ്റ് നമ്മൾ പറഞ്ഞു എന്താണ് അവരുടെ എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസ് ഗ്രോ ചെയ്യണേണ്ട അവരുടെ എൻവയോൺമെന്റിനെയാണ് നമ്മൾ ഹാബിറ്റൈറ്റ് എന്ന് പറയാം. അപ്പൊ പ്ലാന്റ്സിന് വരുമ്പോൾ അവരുടെ ഹാബിറ്റൈറ്റ് 5 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് ഹൈഡ്രോഫൈറ്റ്സ്. ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രോ ഇൻ എക്വാട്ടിക് എൻവയോൺമെന്റ്. എക്വാട്ടിക് എൻവയോൺമെന്റ്, വെള്ളത്തിൽ വളരണ പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് ഹൈഡ്രില്ല, ഐക്കോർണിയ, അതൊക്കെ നമുക്കറിയാലോ. വാട്ടർ ലില്ലീസ്, അതൊക്കെയാണ് ഹൈഡ്രോഫൈറ്റ്സിൽ വരുന്ന എക്സാമ്പിൾസ്. പിന്നെ രണ്ടാമത്തെയാണ് മീസോഫൈറ്റ്സ്. മീസോഫൈറ്റ്സില് എന്താണ് ഗ്രോ ഇൻ എ മോഡറേറ്റ് ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ എൻവയോൺമെന്റ്. അപ്പൊ മീസോഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റൈറ്റിലാണ് ആ പ്ലാന്റ്സിന് വളരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മീസോഫൈറ്റ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കുക്കുർബിറ്റ്സ്, മൈസ്, ബ്ലൂബെറീസ്, അതൊക്കെയാണ് മീസോഫൈറ്റ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇത് നോക്കിക്കാം. പിന്നെ എപ്പിഫൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ഓൺ അതർ പ്ലാന്റ്സ്. എപ്പിഫൈറ്റ് പാരസൈറ്റ്സ് ആവുക അങ്ങനെയൊക്കെ ഇല്ലേ, അതാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നതാണ് എപ്പിഫൈറ്റ്സ്. ഗ്രോ ഓൺ അതർ പ്ലാന്റ്സ്, അതർ പ്ലാന്റ്സിന്റെ മേലെ ഗ്രോ ചെയ്യുന്ന ആൾക്കാരാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ലൈക്കൻസ് നമുക്കറിയാം, അതുപോലെ തന്നെ ഓർച്ചിഡ്സ്, വാണ്ട, അതൊക്കെയാണ് എപ്പിഫൈറ്റ്സ് ആയിട്ട് വരുന്നത് എക്സാമ്പിൾ. പിന്നെ ഹാലോഫൈറ്റ്സ്.
ഹാലോഫൈറ്റ്സിലെ ഗ്രോ ഇൻ സലൈൻ എൻവയോൺമെന്റ്, ഉപ്പരസമുള്ള ഒരു ഇതിലാണ് എന്ത് കാണാം, നമ്മുടെ ഹാലോഫൈറ്റ്സ് കാണാം. ഹാലോഫൈറ്റ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അവർക്ക് സാൾട്ട് ടോളറൻസ് ഉണ്ട്, അവർക്ക് സാൾട്ട് ഉണ്ടെങ്കിൽ അവളെ വളരാൻ പറ്റുള്ളൂ. അതാണ് ഹാലോഫൈറ്റ്സ്. എക്സാമ്പിൾ ആയിട്ട് വരിക ഹീലിയോട്രോപ്പിയം ബാസിഫറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അവിടെ വളരുക. ഇനി സീറോഫൈറ്റ്സ് നമുക്കറിയാം, ഡെസേർട്ട് ആയിട്ടുള്ള റീജിയൻ അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് തന്നെ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിനെയാണ് നമ്മൾ സീറോഫൈറ്റ്സ് എന്ന് പറയുക. അവിടെയുള്ള പ്ലാന്റ്സ് എന്താണ്, ഗ്രോ ഇൻ ഡ്രൈ എൻവയോൺമെന്റിലാണ് അവര് ഗ്രോ ചെയ്യുള്ളൂ, അവർക്ക് വളരാൻ പറ്റുള്ളൂ. അവിടെ വരുന്ന നമുക്കറിയണ ഒരു എക്സാമ്പിൾ ആണ് അക്വേഷ്യ ട്രീസ്, അതുപോലെ തന്നെ കാറ്റസ്, പിന്നെ യൂക്കാലിപ്റ്റസ്, അതൊക്കെ വരുന്നത്. പിന്നെ നമ്മളെ എൻവയോൺമെന്റ് എന്താ നോക്കാം. എൻവയോൺമെന്റ് നമ്മൾ പറഞ്ഞു ഹാബിറ്റൈറ്റ്, എല്ലാ ഹാബിറ്റൈറ്റും ഇപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാബിറ്റൈറ്റ് ഉണ്ട്. ഈ സീറോഫൈറ്റ്സ് ഉണ്ട്, ഹാലോഫൈറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ ഹാബിറ്റൈറ്റും അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ഹാബിറ്റൈറ്റ്, എക്വാട്ടിക് ഹാബിറ്റൈറ്റ്, മറൈൻ ഹാബിറ്റൈറ്റ്, അങ്ങനെയുള്ള എല്ലാ ഹാബിറ്റൈറ്റിനും കൂടിയിട്ട് ആ ഒരു കണ്ടീഷനൊക്കെ കൂടിയിട്ട് ഉള്ള ഒരു മൊത്തമായിട്ടുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഇനി നമ്മള് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്താന്ന് നോക്കാൻ പോവാണ്. ദ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് വിച്ച് ക്യാൻ ഡയറക്റ്റ് ആൻഡ് റെഗുലേറ്റ് ഇൻഫ്ലുവൻസ് ദ ലൈഫ്. ഓക്കെ, ഇപ്പൊ ഒരു ഓർഗാനിസത്തിന്റെ ലൈഫിനെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ത്, ഈ എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. എൻവയോൺമെന്റൽ കണ്ടീഷൻസ് നമ്മുടെ ഓർഗാനിസത്തിന്റെ ലൈഫിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ കണ്ടീഷനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുക. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്താന്ന് നോക്കാം. ഫിസിക്കൽ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് എയർ, ലൈറ്റ്, ഹീറ്റ്, വാട്ടർ, സോയിൽ, വിൻഡ്, ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ് ആണ്. ഇനി എബയോട്ടിക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, ഈ കണ്ടീഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ചേഞ്ചസ് വന്നാൽ നമ്മുടെ പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസിനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റാതെയും, അപ്പൊ അവരുടെ എൻവയോൺമെന്റ് അവർക്ക് അത് ദോഷമായിരിക്കും. അപ്പൊ അതിനെ അവരെ അഡാപ്റ്റ് ചെയ്യാനും അവർക്ക് പറ്റണം. ഓക്കെ, അപ്പൊ ദിസ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ സക്സസ് ഓഫ് ഓർഗാനിസംസ് ത്രൂ ദ ഇഫക്റ്റ് ഓൺ സ്ട്രക്ചർ, ലൈഫ് ഹിസ്റ്ററി, ഫിസിയോളജി ആൻഡ് ബിഹേവിയർ. അപ്പൊ ഈ എൻവയോൺമെന്റ് ചേഞ്ചസ് വരുമ്പോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ സ്ട്രക്ചർ മാറും. ഇപ്പൊ നമ്മൾക്ക് എന്താ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും, ഹൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, കളറ്, അതൊക്കെ എന്താണ് മാറും. അതുപോലെ തന്നെ ലൈഫ് ഹിസ്റ്ററി പെട്ടെന്ന് ഇല്ലാതെയാവും, അങ്ങനെയൊക്കെ വരും. ഓക്കെ, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഇത് എഫക്ട് ചെയ്യും, എന്ത്, എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എബയോട്ടിക് ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം അവരുടെ എൻവയോൺമെന്റ് അവർക്ക് സ്യൂട്ട് ആയിട്ട് വരണം, എന്നാലാണ് അവർക്ക് അവിടെ അവരുടെ ലൈഫ് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഓർഗാനിസംസ് എൻവയോൺമെന്റ് എന്താണ്, മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആണ്. ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ എൻവയോൺമെന്റ് ഉള്ളൂ, എൻവയോൺമെന്റ് ഉണ്ടെങ്കിലാണ് ആ എൻവയോൺമെന്റ് കണ്ടീഷൻ നിലനിർത്തി പോന്നാലാണ് എന്തുണ്ടാവുള്ളൂ, ഓർഗാനിസംസും അവരുടെ ലൈഫ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവര് രണ്ടുപേരും എന്താണ്, മ്യൂച്വലി ഡിപ്പെൻഡിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ഇവര് രണ്ടുപേരും പിന്നെ എന്താണ്, കമ്പോണൻസ് ഓഫ് നേച്ചർ ആണ്. നേച്ചറിലുള്ള ഇമ്പോർട്ടന്റ് കമ്പോണൻസ് എന്ന് പറയുന്നതും എൻവയോൺമെന്റും ഓർഗാനിസംസും ആണ്. ഇനി നമ്മൾ നോക്കാൻ പോണത് പോപ്പുലേഷൻ എന്താണെന്നാണ്. അപ്പൊ പോപ്പുലേഷൻ വെച്ച് കഴിഞ്ഞാൽ a population is defined as a distinct group of peoples, is country or a collection of people who share common characteristics and attributes. ക്യാരക്ടറിസ്റ്റിക്സും ആട്രിബ്യൂട്ട്സും ഒക്കെ ഉണ്ട്, അത് നമ്മൾ എടുക്കും. ഇപ്പൊ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഓർഗാനിസംസ്, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് അവര് ഒരു എൻവയോൺമെന്റിലേക്കാണ് കൂട്ടത്തോടക്കനെ ഒരു ഗ്രൂപ്പായിട്ടാവും. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ, പോപ്പുലേഷൻ എന്ന് പറയാം. ആ ഗ്രൂപ്പിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. ആ ഇൻഡിവിജ്വൽസ് എന്താണ്, ഒരു കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിൽ കുറെ ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. ആ ഇൻഡിവിജ്വൽസ് ഒരു കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ ഷെയർ ചെയ്യുന്നുണ്ടാവും ഇൻഡിവിജ്വൽസ് ഒക്കെ. അപ്പൊ അതിനെ മൊത്തം ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പോപ്പുലേഷന്റെ അഡാപ്റ്റേഷൻസ് ആണ്. അപ്പോൾ എ പോപ്പുലേഷൻ ഹാസ് മെനി ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്, പോപ്പുലേഷൻ ഗ്രോത്ത്, ഇന്ററാക്ഷൻസ്. ഇതൊക്കെ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്, പോപ്പുലേഷൻ ഗ്രോത്ത്, പോപ്പുലേഷൻ ഇന്ററാക്ഷൻ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇനി പോപ്പുലേഷൻ ആർ ലിവിങ് തിങ്സ്. പോപ്പുലേഷൻ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓൾ സ്പീഷീസ് ലിവ് ഇൻ എ ഗിവൺ ഏരിയ. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഏരിയയിലുള്ള എല്ലാ സ്പീഷീസിനും കൂടിയിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഫ്ലക്ച്വേറ്റ്സ് ഡ്യൂ ടു വേരിറ്റി ഓഫ് വേരിയബിൾസ്. അപ്പൊ ഈ പോപ്പുലേഷൻ എന്താണ്? വേരി ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കും. ഒരു വേരിയബിലിറ്റി, അവരുടെ വേരിയബിലിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ വേരിയബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? സീസണൽ, ഇയർലി ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ പോപ്പുലേഷൻ എന്ത് ചെയ്യും? എന്താണ്? പോപ്പുലേഷനും ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുക, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പോ എന്താണ്? കുറെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യും. ഇതൊക്കെ എന്താണ്? ഓർഗാനിസത്തിന്റെ ലൈഫിനെ സർവൈവ് ചെയ്യുന്നത് ബാധിക്കും. ഓക്കെ, അപ്പം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നത് കുറെ വേരിയബിൾസിന് കൊണ്ടാണ്. വേരിയബിൾസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സീസണൽ അല്ലെങ്കിൽ ഇയർലി ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരും. ഇപ്പൊ ഫോറസ്റ്റ് ഫയേഴ്സ് ഒക്കെ ഉണ്ടാവുമ്പോ എന്താണ്? പോപ്പുലേഷൻ കുറയും. അതുപോലെ തന്നെ വോൾക്കാനോസ്, അതുപോലെ കോമ്പറ്റീഷൻ റിസോഴ്സ് ബിറ്റ്വീൻ വിത്തിൻ ദ സ്പീഷീസിന്റെ ഉള്ളിൽ തന്നെ ഒരു സെയിം സ്പീഷീസിന്റെ ഉള്ളിൽ തന്നെ കോമ്പറ്റീഷൻസ് വരും. എന്തിന്? റിസോഴ്സിന് വേണ്ടിയിട്ട്, ഫുഡ്, ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ വരുമ്പോൾ എന്താണ്? പോപ്പുലേഷൻ എന്താണ്? ഫ്ലക്ച്വേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക, അങ്ങനെ വരികയാണ്. അപ്പം എന്താണ്? ഈ പോപ്പുലേഷൻ നമ്മൾ അഡാപ്റ്റ് ചെയ്താലാണ്, ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അഡാപ്റ്റ് ചെയ്താലാണ് ഓർഗാനിസത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി നോക്കുന്നത് ഡെമോഗ്രഫി ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ഡൈനാമിക് ദാറ്റ് എംപ്ലോയ്സ് എ സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ടു അനലൈസ് ഹൗ പീപ്പിൾ റിയാക്ട് ടു ചേഞ്ചസ് ഇൻ ദെയർ എൻവയോൺമെന്റ്. ഓക്കെ, സറൗണ്ടിങ്സ്. അപ്പൊ ഒരു സറൗണ്ടിങ് ചേഞ്ച് ചെയ്യുമ്പോൾ പീപ്പിൾസ് എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യണത്, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റഡി മാത്തമാറ്റിക്കൽ ആയിട്ട് യൂസ് ചെയ്തിട്ട്, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ എന്താണ്? അത് സ്റ്റഡി ചെയ്യണേനെയാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ചേഞ്ചസ് വരികയാണ്, സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ചേഞ്ച് വരുമ്പോൾ നമ്മൾ പീപ്പിൾസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഓർഗാനിസംസ് എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യണത്, ആ ചേഞ്ചസിനോട് റിയാക്ട് ചെയ്യണത് എന്നത് മാത്തമാറ്റിക്കൽ ആയിട്ട് ഉള്ള മെത്തേഡ് വെച്ചിട്ട് എന്താണ്? സ്റ്റഡി ചെയ്യണത് തന്നെയാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റാദർ ഓഫ് ബീയിങ് ഫിസിക്കൽ ഫോം ഓർ എ പാർട്ട് ഓഫ് ഓർഗാനിസംസ് അഡാപ്റ്റേഷൻ ഈസ് എസെൻഷ്യലി എ പ്രോസസ്. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. അതുപോലെ തന്നെ an internal parasite such as a liver fluke can demonstrate the difference. അപ്പൊ ലിവർ ഫ്ലുക്കിൽ പോലും ആ ഒരു എൻവയോൺമെന്റൽ ഡിഫറൻസ് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പൈറ്റ് ഹാവിങ് എ ഫെയർലി സിമ്പിൾ ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ്. ഈ ലിവർ ഫ്ലുക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ സ്ട്രക്ചർ ആണ്, അവരുടെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. എന്നിരുന്നാൽ കൂടിയും ആ പാരസൈറ്റിനെ അവിടെ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം. അല്ലാതെ എല്ലാ എൻവയോൺമെന്റിലും ആ ഒരു ലിവർ ഫ്ലുക്ക് എന്ന് പറയുന്ന ആ ഒരു പാരസൈറ്റ് എന്ത് ചെയ്യില്ല? അഡാപ്റ്റ് ചെയ്യില്ല. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അവിടെ ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ആ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ബയോളജിക്കൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ആ ഒരു അത്രയും സിമ്പിൾ ആയിട്ടുള്ള ആ ബയോളജിക്കൽ സ്ട്രക്ചർ ഉള്ള ആ പാരസൈറ്റിന് പോലും എന്ത് വേണം? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്താണ്? അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പോപ്പുലേഷൻ അഡാപ്റ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ ആണ് പറയുന്നത്. ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ an ecological adaptation is defined as an physiological behavior morphological features of organisms. അവിടെ നമുക്ക് ഓർഗാനിസത്തിന്റെ എന്താണ്? ബിഹേവിയർ, മോർഫോളജി ഒക്കെ ചേഞ്ച് ചെയ്യും. അതിനെയാണ് നമ്മൾ ഓർഗാനിസത്തിന്
ചേഞ്ച് ചെയ്യും. അലോസ് ടു ഓർഗാനിസം ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ടു നേച്ചുറൽ ഹാബിറ്റാറ്റ് ഓർ എൻവയോൺമെന്റ്. ഒരു എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് അവര് എന്ത് ചെയ്യാണ്, അവരുടെ ബിഹേവിയർ, മോർഫോളജി ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്, എന്താണ് ഹൈറ്റ്, അങ്ങനെയുള്ള കളർ, അതൊക്കെ അവര് ആ ഒരു എൻവയോൺമെന്റിന് സ്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് അവര് ചേഞ്ച് ചെയ്യും. ഇതിനാണ് നമ്മൾ ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ. ഇക്കോളജിക്കൽ എന്ന് പറഞ്ഞാലും എൻവയോൺമെന്റിനെയാണ് നമ്മൾ ഇക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ ആ ഒരു നേച്ചുറൽ ഹാബിറ്റായിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിനെ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ബിഹേവിയർ ആയിട്ടുള്ള, മോർഫോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് അവർക്ക് വരും. അതാണ് ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുന്നത് പ്ലാന്റ് പോസസ് യൂണീക് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് എനേബിൾ ദം ടു ഇൻക്രീസ് ദയർ ടോളറൻസ്. അപ്പൊ പ്ലാന്റ്സിന് ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻസ് എങ്ങനെ കാണിക്കണേന്ന് നോക്കാം. പ്ലാന്റ്സിൽ അവർക്ക് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ എൻവയോൺമെന്റ് ഇപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ, അവരുടെ എൻവയോൺമെന്റ് ഇപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാനുള്ള യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓരോ പ്ലാന്റ്സിലും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കുറച്ച് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ പറയുന്നതാണ് ലൈറ്റ് ഷെഡ്യൂൾസ്. ഇപ്പൊ ചില പ്ലാന്റ്സിന് ലൈറ്റ് നന്നായി വേണം, ചിലതിന് അങ്ങനെ വേണ്ട, അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അൺഫേവറബിൾ വെതർ, അങ്ങനെ ഇപ്പൊ മഴ, വേനൽക്കാലം, അങ്ങനെ അല്ലേ, മഴക്കാലം, വിൻഡ്, അങ്ങനെയൊക്കെ ഉള്ള അൺഫേവറബിൾ ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് വന്നാലും ഈ പ്ലാന്റ്സിനൊക്കെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഇക്കോളജിക്കൽ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. കാരണം അവർക്ക് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് കണ്ടീഷനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എക്സസീവ് ഹീറ്റ്, സാച്ചുറേറ്റഡ് വാട്ടർ കണ്ടീഷൻസ്, അതുപോലെ എൻവയോൺമെന്റൽ ആർ സലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് എന്താ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. പോപ്പുലേഷൻ ഇൻട്രാക്ഷനിൽ നമ്മൾ population is defined as a group of individuals of a same species. ഒരു സെയിം സ്പീഷീസിലുള്ള ആ ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുക. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. The interrelationship between the individuals in ecosystem termed population interaction. ഈ ഒരു സെയിം സ്പീഷീസിൽ തന്നെ എന്ത് വരും, അവരുടെ ഇന്റർറിലേഷൻഷിപ്പ്, ഇന്ററാക്ഷൻസ് വരും. ഓക്കെ, ഇന്റർറിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ഇൻ ഇക്കോസിസ്റ്റം. ആ ഒരു പോപ്പുലേഷനിലെ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിൽ എന്താണ്, ഒരു റിലേഷൻ വരികയാണ്, ഇന്റർറിലേഷൻ. അപ്പൊ അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇന്ററാക്ട് ചെയ്യുക, അവർക്ക് എന്താണ് ഇപ്പോ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇപ്പോ യൂസ്ഫുൾ ആയിട്ട് കാര്യങ്ങള് അവര് മറ്റേ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ പ്ലാന്റിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുക, അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും സഹായിക്കുക, അങ്ങനെ ഒരു ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പിലുള്ള സെയിം ഇൻഡിവിജ്വൽ സ്പീഷീസ് തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്, ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഗാനിസംസ് ഇൻ എ ഇന്ററാക്ഷൻ ആർ മോസ്റ്റ് ലൈക്ലി ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഈച്ച് അതർ ഐദർ പോസിറ്റീവ്ലി, നെഗറ്റീവ്ലി ഓർ ന്യൂട്രൽ. അപ്പൊ ഇങ്ങനെ ഇന്ററാക്ഷൻസ് നടക്കുമ്പോൾ ഇപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തിന് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, മറ്റാൾ ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോ എന്താണ് ഉണ്ടാവുന്നത്, ചിലവര് ഷെയർ ചെയ്യും, മറ്റാൾക്ക് കൊടുക്കില്ല, ചിലവര് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ഇങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്തുണ്ടാവും, ഇന്ററാക്ഷൻസ് കാരണം, ഓർഗാനിസത്തിന്റെ ഇന്ററാക്ഷൻസ് കാരണം പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും, ചിലപ്പോ നമുക്ക് പോസിറ്റീവും ഉണ്ടാവില്ല നെഗറ്റീവും ഉണ്ടാവില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ വരും. അതിനെയാണ് ഓക്കെ. അപ്പൊ അതെന്താ നോക്കാം. പോസിറ്റീവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞുതരാം. പോസിറ്റീവ് ഇന്ററാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ടു വൺ, ഒരാൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും എന്തായാലും. പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഫുൾ ആയിട്ട് ദോഷമായിട്ടൊന്നും വരില്ല, ആ ഒരു ഓർഗാനിസത്തിന് ദോഷമായിട്ടൊന്നും വരില്ല, ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്
ഒരു സ്പീഷ്യസിനെങ്കിലും അല്ലെങ്കിൽ ഒരു ആൾക്കെങ്കിലും എന്തുണ്ടായിരിക്കും, ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, മറ്റാൾക്ക്. രണ്ടുപേര് തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുക. ഒരാൾക്ക് പോസിറ്റീവ് ആയിരിക്കും, ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും, നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കും. മറ്റാൾക്ക് എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേർക്കും എന്തായിരിക്കും, ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്, ഹാംഫുള്ള് ആർക്കും ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഇന്ററാക്ഷന്റെ രണ്ട് ടൈപ്പ് ഓഫ് പോസിറ്റീവ് ഇന്ററാക്ഷൻസ് ആണുള്ളത്, മ്യൂച്വാലിസം, കമൻസാലിസം. അത് നമ്മൾ പറയുന്നുണ്ട്. മ്യൂച്വാലിസം, കമൻസാലിസം ആണ് പോസിറ്റീവ് ഇന്ററാക്ഷന്റെ എക്സാമ്പിൾ എന്ന് പറയാം. ഓക്കെ, ഇനി നെഗറ്റീവ് ഇന്ററാക്ഷൻ. നെഗറ്റീവ് ഇന്ററാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ഇന്ററാക്ഷൻസ് അഡ്വാൻറ്റേജസ് ടു വൺ സ്പീഷ്യസ്. ഒരു സ്പീഷ്യസിന് അഡ്വാൻറ്റേജസ് ഉണ്ടാവും, പക്ഷെ എന്താണ്, മറ്റേ സ്പീഷ്യസിന് എന്തായിരിക്കും, ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോ പോസിറ്റീവ് ഇന്ററാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരാൾക്കും ഹാംഫുള്ള് വരില്ല. ഒരാൾക്ക് ബെനിഫിറ്റ് വരികയാണെങ്കിൽ മറ്റാൾക്ക് ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷവുമില്ല ഗുണവുമില്ല, അങ്ങനെയാണ്. പിന്നെ അല്ലെങ്കിൽ പോസിറ്റീവ് ഇന്ററാക്ഷനിൽ തന്നെ രണ്ടുപേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. നെഗറ്റീവ് ഇന്ററാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തായാലും പോസിറ്റീവ് ഉണ്ടാവും, പക്ഷെ എന്താണ്, മറ്റാൾക്കും നെഗറ്റീവ് ആയിരിക്കും വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ നെഗറ്റീവ് ഇന്ററാക്ഷനിൽ നമ്മൾ നോക്കുന്നത് കോമ്പറ്റീഷൻ, പ്രിഡേഷൻ, പാരസിറ്റിസം ഒക്കെയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നെഗറ്റീവ് ഇന്ററാക്ഷനിൽ വരിക. കോമ്പറ്റീഷൻ, പ്രിഡേഷൻ, പാരസിറ്റിസം. കോമ്പറ്റീഷൻ റിസോഴ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ. പ്രിഡേഷൻ നമ്മൾ പ്രേനെ എങ്ങനെ പിടിക്കാം, കൊല്ലുക, എന്നിട്ട് തിന്നുക, അതിനെയൊക്കെയാണ് പ്രിഡേഷൻ എന്ന് പറയാം. പാരസിറ്റിസം ഹോസ്റ്റിന്റെ മേലെ ഇരുന്നിട്ട് ആ ഒരു ഹോസ്റ്റിനെ നശിപ്പിച്ച് കളയുക. അപ്പൊ ആ ഹോസ്റ്റിന് എന്താണ്, ഹാംഫുൾ ആണ് വരുന്നത്, ദോഷമാണ് കിട്ടുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഇന്ററാക്ഷൻ എന്ന് പറയാം. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യലും ഇല്ല ഹാംഫുള്ളും ഇല്ല, ദോഷവും ഇല്ല നല്ല ഗുണവും ഇല്ല, അങ്ങനെ വരുന്ന രണ്ട് ഓർഗാനിസത്തിനെയാണ് നമ്മൾ പറയാ ന്യൂട്രൽ എന്ന് പറയാം, അല്ലെങ്കിൽ ന്യൂട്രാലിസം എന്ന് പറയാം. അപ്പൊ അവിടെ വരുന്ന എക്സാമ്പിൾ ആണ് റോബിൻസ്, സ്കുരൽ എന്ന് പറയാം. റോബിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സ് ആണ്, സ്കുരൽസ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് എന്താണ്, ദ സെയിം ഹാബിറ്റൈറ്റ് വിത്തൗട്ട് ബോദറിങ് ഈച്ച് അതർ. അവർക്ക് സെയിം ഹാബിറ്റൈറ്റ് ആണ്, സ്കുരൽസും റോബിൻസും സെയിം ഹാബിറ്റൈറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തില്ല, ശല്യം ചെയ്യാതെ, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യം ചെയ്യാതെ ന്യൂട്രൽ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഹാംഫുള്ളും ഇല്ല ബെനിഫിറ്റും ഇല്ല. അതിനെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതില് പ്രിഡേഷൻ എന്താണ്, പ്രിഡേഷൻ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ പ്രിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി predation is a ecological process in which an animal kills and eat another animal. ഒരു അനിമലെ പിടിക്കും, ഒരു അനിമല് മറ്റേ അനിമലിനെ പിടിച്ച് തിന്നുക, അതിനെയാണ് നമ്മൾ പ്രിഡേഷൻ എന്ന് പറയുന്നത്. ദ അനിമൽ വിച്ച് കിൽസ് ഈസ് എ കോൾഡ് പ്രിഡേറ്റർ. ഇപ്പൊ ഒരു അനിമല് മറ്റേ അനിമലിനെ കൊല്ലാണ്, അപ്പൊ ഈ കൊല്ലുന്ന അനിമലിനെയാണ് നമ്മൾ പ്രിഡേറ്റർ എന്ന് പറയാ, പിടിക്കുന്ന ആളെന്നെയാണ് പ്രിഡേറ്റർ എന്ന് പറയാ. ഇനി ഇര, നമ്മള് ഈറ്റ് ചെയ്യുക, ആ അനിമലെ തിന്നുക, അങ്ങനെയുള്ള ഇരേനെയാണ് അനിമൽ വിച്ച് ബീങ് കിൽഡ്, ചെയ്ത ആള് എന്താന്ന് വെച്ചാൽ പ്രേ എന്ന് പറയുന്നത്. നമ്മുടെ ശത്രു അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന്റെ ശത്രുവിനെയാണ് നമ്മൾ പ്രേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രിഡേറ്റർ ആണ് പിടിക്കുക, പ്രേനെ പിടിക്കും. ഓക്കെ, ഇനി നോക്കുക എന്താണ്, പ്രിഡേറ്റർ ആർ ലാർജ് ആൻഡ് സ്ട്രോങ്ങർ ദാൻ പ്രേ. പ്രിഡേറ്റർ ആണ് പ്രേനെ പിടിക്കുക, അപ്പൊ പ്രിഡേറ്റർ എന്താണ്, ലാർജർ ആണ്, സ്ട്രോങ്ങർ ആണ് എന്തിനേക്കാളും, പ്രേനേക്കാളും. ഇനി ഇവിടെ വരുമ്പോ എന്താണ്, പ്രിഡേറ്ററിന് നല്ല ഗുണാണ് വരുന്നത് അല്ലെ. പ്രിഡേറ്ററിനെ എന്താണ്, ഈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രേനെ പിടിക്കുന്നത്. അപ്പൊ പ്രിഡേറ്ററിന് എന്താണ്, ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. പക്ഷെ പ്രേ എന്താണ് ചെയ്യണേ, അവര് ചാവാണ് ചെയ്യണേ. അപ്പൊ അവർക്ക് എന്താണ്, ഹാംഫുൾ ആയിട്ട് വരികയാണ്. ഇതിനെയാണ്, ഈ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷനെയാണ് നമ്മൾ നെഗറ്റീവ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രിഡേഷന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രിഡേഷൻ ഇൻ പ്ലാന്റ്സിൽ കാണുന്ന പ്രിഡേഷനിൽ വരുന്നത് യൂട്രിക്കുലേറിയ
നെപ്പന്തസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റിന്റെ പിക്ചർ പ്ലാന്റ് എന്ന് പറയും. അത് എന്താണ് ഇൻസെക്റ്റിനൊക്കെ ഇങ്ങനെ കില്ല് ചെയ്യുക, പിടിക്കുക. അതിനെയാണ് നമ്മൾ ഒരു എക്സാമ്പിൾ, പ്ലാന്റ് പ്രിഡേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് യൂട്രിക്കുലേറിയ നെപ്പന്തസ് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇനി എനിമൽസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഫ്രോഗ് ഇൻസെക്റ്റിനെ പിടിക്കും അല്ലെ, ഫ്രോഗ് ഇൻസെക്റ്റിനെ പിടിക്കും. ഇവിടെ ഫ്രോഗ് ആണ് എന്ത്, പ്രിഡേറ്റർ എന്ന് പറയുന്നത്. ഇൻസെക്റ്റ് എന്താണ്, പ്രേ ആണ്. ആ ഫ്രോഗിന്റെ പ്രേ ആണ് ഇൻസെക്റ്റ്. അതുപോലെ തന്നെ സ്നേക്ക് ഫ്രോഗിനെ പിടിക്കും. സ്നേക്ക് ഇവിടെ എന്താണ്, പ്രിഡേറ്റർ ആണ്, ഫ്രോഗ് പ്രേ ആണ്. അതുപോലെ തന്നെ ടൈഗർ ഡിയറിനെ പിടിക്കും, മാനിനെ. ടൈഗർ മാനിനെ പിടിക്കും. അപ്പോ ടൈഗർ ഇവിടെ പ്രിഡേറ്റർ ആണ്, ഡിയർ മാൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, പ്രേ ആയിട്ടാണ് വരുന്നത്. ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, പ്രിഡേഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിഡേഷൻ രണ്ട് ടൈപ്പ് ആയിട്ട് രണ്ട് ഡിഫറെന്റ് ക്ലാസ്സസ് ഉണ്ട്. ഒന്ന് ട്രൂ പ്രിഡേഷനും ഒന്ന് ഗ്രേസിംഗ് പ്രിഡേഷനും. ട്രൂ പ്രിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആ ജീവിനെ, അവരുടെ പ്രേനെ ഫുള്ളായിട്ട് തിങ്ങിയാണ് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ദ പ്രിഡേറ്റർ അറ്റാക്ക് ആൻഡ് കിൽസ് ദ പ്രേ ദെൻ കൺസ്യൂം ഫുൾ, പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി. എന്താണ്, ആ ഒരു പ്രിഡേറ്റർ ആ പ്രേനെ ഫുള്ളായിട്ട് തിങ്ങും, അല്ലെങ്കിൽ പകുതിയെങ്കിലും തിങ്ങും. അങ്ങനെയുള്ള ഒരു ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രൂ പ്രിഡേഷൻ എന്ന് പറയുന്നത്, ആ ഒരു രീതിനെ. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഗ്രേസിംഗ് പ്രിഡേഷൻ. ഗ്രേസിംഗ് പ്രിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവര് ഡസ് നോട്ട് കിൽ ദ പ്രേ, പ്രേനെ കില്ല് ചെയ്യില്ല, പെട്ടെന്ന് പ്രേനെ കില്ല് ചെയ്യില്ല. കിൽസ് ഇറ്റ് സ്ലോലി, മെല്ലെ മെല്ലെ അതിനെ കൊന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം കൺസ്യൂം ചെയ്യുക, ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം കൺസ്യൂം ചെയ്യുക. അതിനെയാണ് നമ്മൾ ഗ്രേസിംഗ് പ്രിഡേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ വരുമ്പോൾ എന്താണ്, അവിടെ നെഗറ്റീവ് ഇൻട്രാക്ഷൻ ആണ് നടക്കുന്നത്. കോമ്പറ്റീഷൻ വരുമ്പം നെഗറ്റീവ് ഇൻട്രാക്ഷൻ രണ്ടുപേർക്ക് ഹാർംഫുൾ ആയിട്ട് വരികയാണ്. റിസോഴ്സസ് ഒക്കെ ഇങ്ങനെ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ അവരുടെ ഫിറ്റ്നസ്സസ്, അറൈവൽ ഫിറ്റ്നസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ രണ്ടുപേർക്കും ഏകദേശം ഹാർംഫുൾ ആയിട്ടാണ് വരിക കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പൊ കോമ്പറ്റീഷൻ ഈസ് ഇന്ററാക്ഷൻ ഓഫ് ഓർഗാനിസംസ് ഓർ സ്പീഷീസ് ദാറ്റ് യൂണിക് റിക്വയർ എ റിസോഴ്സ് ദാറ്റ് ഈസ് ഷോർട്ട്ലി സപ്ലൈ. അപ്പൊ കുറച്ച് ഫുഡ് അവർക്കുള്ള വെച്ചാൽ, കുറച്ച് റിസോഴ്സ് അവർക്കുള്ള വെച്ചാൽ എന്താണ്, അവിടെ കോമ്പറ്റീഷൻ വരികയാണ്. ഒരു ഓർഗാനിസംസ് അല്ലെങ്കിൽ ഒരു സ്പീഷീസ് അവർക്ക് ആ ഒരു എൻവയോൺമെന്റില് കുറച്ച് ഫുഡ് സപ്ലൈ ഉള്ളു അല്ലെങ്കിൽ കുറച്ച് റിസോഴ്സ് ഉള്ളു വെച്ചാൽ അവരെന്താണ്, അവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, ഇല്ലേ, മറ്റാൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഷോർട്ട് സപ്ലൈ കാരണമാണ് ഈ കോമ്പറ്റീഷൻ വരുന്നത്. ബിക്കോസ് പ്രസൻസ് ഓഫ് വൺ സ്പീഷീസ് ഓൾവേസ് എഫക്ട് ദ നമ്പർ ഓഫ് റിസോഴ്സസ് ടു അതർ അപ്പൊ ഒരു സ്പീഷീസ് ഇങ്ങനെ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ കാരണം മറ്റേ സ്പീഷീസും കൂടി എന്ത് ചെയ്യാണ്, ഇല്ലാതെ എന്താണ്, അതിനും കൂടി അത് എഫക്ട് ചെയ്യും. കോമ്പറ്റീഷൻ റെഡ്യൂസ് ബോത്ത് ഓർഗാനിസംസ് ഫിറ്റ്നസ്, രണ്ട് ഓർഗാനിസത്തിന്റെയും ഫിറ്റ്നസിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി കോമ്പറ്റീഷൻ മൂന്ന് കൈൻഡ്സ് ആയിട്ട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഒന്ന് ഇംപെർഫെക്റ്റ്, പെർഫെക്റ്റ്, പിന്നെ ഹൈപ്പർ പെർഫെക്റ്റ്. അപ്പൊ ഇംപെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ നടക്കുമ്പോ എന്താണ്, ഒരു സ്പീഷീസ് എലിമിനേറ്റ് ചെയ്യില്ല, ഇല്ലാതായി പോവില്ല, അവിടുന്ന് നീക്കം ചെയ്യില്ല, നശിക്കില്ല. അങ്ങനെ ഒരു ഇതാണ് അവിടെ വരുന്നത്. സ്പീഷീസ് എന്ത് ചെയ്യില്ല, നശിക്കില്ല, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ. ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് മെല്ലെ എലിമിനേഷൻ ഓഫ് സ്പീഷീസ്, മെല്ലെ ആ സ്പീഷീസ് എലിമിനേറ്റ് ചെയ്യും. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഓർഗാനിസത്തിന്റെ ഫിറ്റ്നസ് റെഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓർഗാനിസം ഇല്ലാതെയായി പോവാണ്. അപ്പൊ ഇംപെർഫെക്റ്റും ഉണ്ട്, പെർഫെക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻസ് ആണ് ഉള്ളത്. ഇംപെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ മെല്ലെ
അല്ല, അവിടെ എലിമിനേഷൻ നടക്കില്ല. സ്പീഷ്യസിന്റെ എലിമിനേഷൻ അവിടെ തീരെ ഉണ്ടാവില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഗ്രാജുവലി അവരെന്താണ് ആ സ്പീഷ്യസ് എലിമിനേറ്റ് ചെയ്ത് പോകും. ഹൈപ്പർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്വിക്കായിട്ട് സ്പീഷ്യസ് എലിമിനേറ്റ് ചെയ്ത് പോകും. ഇതിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന എന്ത് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ്? നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. ഇനി പാരസിറ്റിസം. പാരസിറ്റിസം എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഇന്ററാക്ഷൻ തന്നെയാണ്. അപ്പൊ പാരസിറ്റിസം ഈസ് എ ടൈപ്പ് ഓഫ് symbiosis in which one creature, the parasite, benefit at the expense of another organisms and the host. അപ്പോൾ പാരസിറ്റിസം നമുക്കറിയാം, ഒരു ഹോസ്റ്റ് പ്ലാന്റില് വന്നിട്ട് അവരുടെ ഹോസ്റ്റ് പ്ലാന്റിലെ ഈ പാരസൈറ്റ് വന്നിരിക്കും. എന്നിട്ട് ആ ഹോസ്റ്റ് പ്ലാന്റിനെ ഇവര് എന്താണ് നശിപ്പിച്ചു കളഞ്ഞിട്ട് ആ ഹോസ്റ്റ് പ്ലാന്റിന്റെ യൂസസ് ഒക്കെ ഇവര് വലിച്ചെടുത്ത് പാരസൈറ്റ് ജീവിക്കുകയാണ്. അപ്പൊ ഇതെന്താണ്, ആ ഒരു ഹോസ്റ്റ് പ്ലാന്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഹോസ്റ്റ് പ്ലാന്റിന് ഹാർംഫുൾ ആയിക്കൊണ്ട് ഇവര് എന്ത് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ്? നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ് പാരസിറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ ദ റിലേഷൻഷിപ്പ് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ ദ ഹോസ്റ്റ് ഡാമേജ്. ഹോസ്റ്റിന്റെ ഡാമേജിനെ ഇവര് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് പാരസൈറ്റിക് പ്ലാന്റ്സ്, അതൊക്കെ നോക്കാം. ഓക്കെ, ഇനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പാരസൈറ്റിക് പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഇപ്പം പ്ലാന്റ്സ് പാരസൈറ്റ് ആർ 2 കാറ്റഗറീസ്. ഇതിലില്ല, 2 കാറ്റഗറീസ് ആയിട്ട് പ്ലാന്റ് പാരസൈറ്റിനെ ഇതാക്കിയിട്ടുണ്ട്. 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്സും ഒന്ന് ഒബ്ലിഗേറ്ററി പാരസൈറ്റ്സ്. രണ്ടാമത്തെ ഒബ്ലിഗേറ്ററി പാരസൈറ്റ്സ്. ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പാർഷ്യൽ പാരസൈറ്റ് ആണ്. അവര് ആ ഹോസ്റ്റ് പ്ലാന്റിനെ അധികം ഡാമേജ് ഒന്നും വരുത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് പാരസൈറ്റ് അവിടെ ഫുള്ളായിട്ട് അവര് ഇരിക്കണില്ല. പാർഷ്യൽ പാരസൈറ്റ് ആണ് ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഒബ്ലിഗേറ്ററി പാരസൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പാരസൈറ്റ് ആണ്. അവര് ഫുള്ളായിട്ട് ആ ഹോസ്റ്റിനെ ഡാമേജ് ചെയ്യും. അതുപോലെ തന്നെ അവരെ ഹോസ്റ്റ് പ്ലാന്റിന്റെ ഫുള്ളായിട്ട് അവരവിടെ സർവൈവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി plant can feed on the host plant or insect for meeting their nutritional requirements are known as parasitic plant. ഓക്കെ, അപ്പൊ ഹോസ്റ്റ് പ്ലാന്റിന്റെ എല്ലാ ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ഒക്കെ ഇവര് എടുക്കും. അതിനെയാണ് നമ്മൾ പാരസൈറ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ, ഈ പാരസൈറ്റിക് പ്ലാന്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കസ്ക്യൂട്ട, അതുപോലെ തന്നെ മീസ്റ്റൽട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. അത് രണ്ടുമാണ് ഈ പാരസൈറ്റ് പ്ലാന്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി എനിമൽ പാരസൈറ്റ്. എനിമൽ പാരസൈറ്റിൽ വരുന്നത് ദ പാരസൈറ്റിക് ഓർഗാനിസംസ് ദാറ്റ് derive their nourishment from different host animals are animal parasite. ഒരു എനിമലിന്റെ മേലെ തന്നെ വേറൊരു എനിമൽസ് അല്ലെങ്കിൽ വേറൊരു പാരസൈറ്റ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ജീവിക്കും. അതിനെയാണ് നമ്മൾ എനിമൽ പാരസൈറ്റ് എന്ന് പറയാം. എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ഫീഡ് അപ്പോൺ ദ ഹോസ്റ്റ് ബൈ ഇറിറ്റേറ്റിംഗ് ദ സ്കിൻ ആൻഡ് ബൈറ്റിംഗ് എംബഡി. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനിമലിന്റെ സർഫസില് എക്സ്റ്റേണൽ ആയിട്ട് കാണുമ്പോൾ ആ ഹോസ്റ്റിനെ എന്തായിരിക്കും, ഇറിറ്റേറ്റ് ചെയ്യും. അവരുടെ ആ സ്കിന്നെ ഇറിറ്റേറ്റ് ചെയ്യും, ഇച്ചിങ് ഒക്കെ ഉണ്ടായിരിക്കും. അവിടെ അവര് കടിക്കുകയൊക്കെ ചെയ്യും, ബൈറ്റിംഗ്. ഓക്കെ, അങ്ങനെയാണ് ഈ പാരസൈറ്റ് ആ എനിമലിന്റെ മുകളിൽ ഇരിക്കുക, ഹോസ്റ്റ് എനിമലിന്റെ മുകളിൽ ഇരിക്കുക. ഇനി ഇന്റേണൽ പാരസൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണൽ പാരസൈറ്റ് ആണ്. ഇനി ഇന്റേണൽ പാരസൈറ്റ് റിസൈഡ്സ് ഇൻസൈഡ് ദ ഹോസ്റ്റ് ബോഡി ഇൻ ദ ബ്ലഡ് ഓർ ദ അതർ ടിഷ്യൂസ്. ഹോസ്റ്റ് ബോഡിയുടെ എന്താണ് ടിഷ്യൂസിലെ അല്ലെങ്കിൽ ബ്ലഡില് വരണ പാരസൈറ്റ്സ് ആണ് ഇന്റേണൽ പാരസൈറ്റ്സ്. അപ്പൊ എക്സ്റ്റേണൽ പാരസൈറ്റ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹെഡ് ലൈസ്, ടിക്സ്, മൈറ്റ്സ്, കാറ്റിൽ ലീച്ച്, ഇതൊക്കെ എക്സ്റ്റേണൽ പാരസൈറ്റ് ആണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റിന്റെ ബോഡി സർഫസിൽ ജീവിക്കുന്നവരാണ് എക്സ്റ്റേണൽ പാരസൈറ്റ്സ്. എക്സ്റ്റേണൽ പാരസൈറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഹെഡ് ലൈസ്, അതുപോലെ തന്നെ ടിക്സ്, മൈറ്റ്സ്, കാറ്റ്, ലീച്ച് ഒക്കെ എക്സ്റ്റേണൽ പാരസൈറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇന്റേണൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ആ ഒരു ഹോസ്റ്റ് എനിമൽ ബോഡിയുടെ ഉള്ളിലെ ഇപ്പൊ ടിഷ്യൂസിലെ അല്ലെങ്കിൽ ബ്ലഡിലെ അതിലൊക്കെ കാണുന്ന പാരസൈറ്റ്സിനെയാണ് നമ്മൾ ഇന്റേണൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ എൻഡോ പാരസൈറ്റ്സ് എന്നും പറയും. അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് ടാപ്പ് വേം, അതുപോലെ തന്നെ ലീച്ച്, അതൊക്കെ എന്താണ് ഇന്റേണൽ പാരസൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മള് മ്യൂച്വാലിസം എന്താ നോക്കാൻ പോവാണ്. Okay, mutualism is a type of relationship between the host and symbiote where both organisms benefit and one is harmed. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് നോ വൺ ഈസ് ഹാംഡ്. മ്യൂച്വാലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഇൻട്രാക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കോമ്പറ്റീഷനും പ്രിഡേഷനും പാരസൈറ്റും എന്താണ് നെഗറ്റീവ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് ആണ് വരുന്നത്. മ്യൂച്വാലിസം എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ്ലി ഇൻട്രാക്ഷൻസ് ആണ്, പോസിറ്റീവ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ അവിടെ വേർ ദ ബോത്ത് ഓർഗാനിസംസ് ബെനിഫിറ്റ്, രണ്ട് ഓർഗാനിസത്തിന് ബെനിഫിറ്റ് വരാം. രണ്ട് ഓർഗാനിസം തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ രണ്ടിനും ബെനിഫിറ്റ് വരാം. അല്ലെങ്കിൽ എന്താണ് ഒരെണ്ണത്തിനും ബെനിഫിറ്റ് വരാം, മറ്റേത് എന്താണ് ന്യൂട്രൽ ആയിരിക്കും, ഒരിക്കലും ഹാംഫുൾ ആവില്ല, കാരണം അവർക്ക് ദോഷം വരില്ല. അതിനെയാണ് നമ്മൾ മ്യൂച്വാലിസം എന്ന് പറയുന്നത്. ദിസ് റിലേഷൻഷിപ്പ് മേ ഐദർ കണ്ടിന്യൂ ഫോർ ലോങ്ങർ ഓർ ഫോർ ഷോർട്ടർ ടേം. ഇവര് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക കുറെ ടൈം ഉണ്ടാവും, ചിലപ്പോൾ ഷോർട്ടർ ആയിട്ടുള്ള ടൈം ഉണ്ടായിരിക്കും ഇവരെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. പിന്നെ മ്യൂച്വാലിസം, രണ്ട് ടൈപ്പ് ഓഫ് മ്യൂച്വാലിസം നമ്മളിവിടെ പറയുന്നുണ്ട്. ഒബ്ലിഗേറ്റീവ് മ്യൂച്വാലിസം, അതുപോലെ തന്നെ ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വാലിസം വരുന്നുണ്ട്. ഒബ്ലിഗേറ്റീവ് മ്യൂച്വാലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ in obligative mutualism the relationship between two species in which both are completely depend on the either each other. അപ്പൊ അവര് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മറ്റാളെ ഡിപ്പെൻഡന്റ് ആണ്, മറ്റാള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്. അവർക്ക് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ലീവ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്താണ് ഇവര് രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ ഒബ്ലിഗേറ്റീവ് മ്യൂച്വാലിസത്തിൽ വരുന്നത്. അപ്പൊ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സ്പീഷീസ് ഇൻ വിച്ച് ബോത്ത് ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് on each other. പിന്നെ the most of symbiosis and some non-symbiotic best example of obligative mutualism. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ യൂക്ക പ്ലാന്റ് ആൻഡ് ദ മോത്ത്. അപ്പൊ യൂക്ക പ്ലാന്റിന്റെയും മോത്തിന്റെയും ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ യൂക്ക പ്ലാന്റ് the habitat of dry and arid climate of southern western United സ്റ്റേറ്റിലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ യൂക്ക പ്ലാന്റ് എന്ന് പറയുന്നത്. ദ ഫ്ലവർ ഓഫ് യൂക്ക പ്ലാന്റ് റിലീസ് ഓൺ ദ മോത്ത് ഫോർ ദ പോളിനേഷൻ പ്രോസസ്. ഈ മോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസെക്റ്റ് ആണ്. ആ മോത്താണ് ഈ യൂക്ക പ്ലാന്റിനെ എന്താണ് പോളിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, പോളിനേഷൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ മോത്ത് പ്ലാന്റ് ആണ്. ഇൻ ടേൺ ദ മോത്ത് ഈസ് benefited by laying eggs on the flower and feeding on the larvae with the seeds. അപ്പോ ഈ മോത്ത് ഈ യൂക്ക പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, പോളിനേഷന് സഹായിച്ചിട്ടാണ്. അതുപോലെ തന്നെ യൂക്ക പ്ലാന്റ് മോത്തിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണേ, യൂക്ക പ്ലാന്റ് ഈ മോത്തിന് എന്താണ് എഗ് ലേ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക. ആ ഫ്ലവറിൽ മുകളിൽ ഈ മോത്ത് എന്താണ് എഗ് ലേ ചെയ്യും. അതുപോലെ തന്നെ ആൻഡ് ഫീഡിങ് ഓൺ ദ ലാർവേ വിത്ത് ദ സീഡ്സ്. അവരുടെ ആ ലാർവേ എഗ് പൊട്ടിയിട്ട് ലാർവയാവും, പിന്നെ പ്യൂപ്പ സ്റ്റേജിക്ക് പോകുന്നൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ആ ഒരു എഗ്ഗിന്ന് വരുന്ന ലാർവെ എന്ത് ചെയ്യാണ് ഇവരുടെ ആ സീഡ്സിനെ തിന്നിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഇവര് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാൻ പറ്റില്ല. ഇവര് മ്യൂച്വലി ഡിപ്പെൻഡിങ് ആണ്. കാരണം ഈ യൂക്ക പ്ലാന്റിന് പോളിനേഷൻ സംഭവിച്ചാൽ അത് വളരുള്ളൂ, ഫ്ലവർ ഉണ്ടാവുള്ളൂ. അങ്ങനെ
പോളിനേഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? മൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസെക്ട് വേണം. അതുപോലെ തന്നെ ഈ മോത്തിന് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഫ്ലവറിൽ വരുന്ന ആ സ്പേസ് വേണം. എന്നാലാണ് അതിനെ എഗ് ലേ ചെയ്യാൻ, അതുപോലെ തന്നെ അതിന്റെ സീഡ്സ് ഈ ലാർവയ്ക്ക് ഫീഡ് ചെയ്യാനും അങ്ങനെ ആ ലാർവയ്ക്ക് ജീവിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഒബ്ലിഗേറ്റീവ് മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഒബ്ലിഗേറ്ററി മ്യൂച്വലിസം. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് അസോസിയേഷൻ ബിറ്റ്വീൻ ഗ്രീൻ ആൽഗെ ആൻഡ് ഫംജൈ ടു ഫോം ലൈക്കൻസ്. അപ്പോ എന്താണ് ലൈക്കൻസ് എന്ന് പറയുന്നത്? എന്താണ്? ഇന്റിമേറ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ ലൈക്കൻസ് ഫോംഡ് ബൈ ദ ഇന്റിമേറ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംജി. ആൽഗയും ഫംജിയും കൂടിയുള്ള ഒരു ഇന്റിമേറ്റ് അസോസിയേഷനിലാണ് എന്തുണ്ടാവണത്? ലൈക്കൻസ് ഉണ്ടാവണത്. അതുപോലെ തന്നെ ഈ ആൽഗൽ കമ്പോണന്റ്, ആൽഗെ എന്ന് പറയുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് പ്രിപ്പയർസ് കാർബോഹൈഡ്രേറ്റ് ബൈ ഫോട്ടോസിന്തസിസ്. ആൽഗൽ കമ്പോണന്റ് ഫോട്ടോസിന്തസിസ് വഴി കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഫംഗൽ കമ്പോണൻസിന് അവരുടെ ഫുഡിന് വേണ്ടിയിട്ട് അവര് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഫീഡ് ചെയ്യുക. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഫംഗൽ കമ്പോണൻസിന് വേണ്ടിയിട്ട് ഈ ആൽഗൽ കമ്പോണൻസ് എന്ത് ചെയ്യാണ്? ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാണ് ഫോട്ടോസിന്തസിസ് വഴി. അതുപോലെ തന്നെ ഈ ഫംഗൽ കമ്പോണന്റ് ആൽഗയ്ക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്യണേ? ഈ ഫംഗൽ കമ്പോണന്റ് പ്രൊവൈഡ്സ് ഷെൽട്ടർ, പ്രൊട്ടക്ഷൻ ആൻഡ് മോയിസ്ചറൈസർ. ഓക്കെ, അപ്പൊ ഈ ഫംഗൽ കമ്പോണന്റ് ആൽഗൽ കമ്പോണന്റിന് വേണ്ടിയിട്ട് എന്താണ്? ഷെൽട്ടറും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് എന്താണ്? ഇൻഡിപെൻഡന്റ്ലി ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഒബ്ലിഗേറ്ററി മ്യൂച്വലിസത്തിൽ വരുന്ന ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് അസോസിയേഷൻ ബിറ്റ്വീൻ ട്രൈക്കോനിംഫ ആൻഡ് ടെർമൈറ്റ്. ട്രൈക്കോനിംഫും ടെർമൈറ്റും. അപ്പൊ ട്രൈക്കോനിംഫ കാണുന്നത് എന്തിന്റെ ഉള്ളിലാണ്? ടെർമൈറ്റ്സിന്റെ ഇൻറ്റസ്റ്റൈനിന്റെ ഉള്ളിലാണ് ട്രൈക്കോനിംഫ കാണുക. ട്രൈക്കോനിംഫ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലജല്ലേറ്റ് പ്രൊട്ടിസ്റ്റ് ആണ്. അത് ഈ ടെർമൈറ്റിന്റെ ഇൻറ്റസ്റ്റൈനിന്റെ ഉള്ളിലാണ് ലിവ് ചെയ്യുന്നത്. അപ്പം ഈ ടെർമൈറ്റ്സ് എന്താണ്? സെല്ലൂസ് അടങ്ങിയ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ടെർമൈറ്റ്സിന്. അപ്പൊ അങ്ങനെ ഡൈജസ്റ്റിന് വേണ്ടിയിട്ട്, ഈ സെല്ലൂസ് ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത് ഈ ട്രൈക്കോനിംഫ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊട്ടിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ടെർമൈറ്റ് തിരിച്ച് ട്രൈക്കോനിംഫനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്? ടെർമൈറ്റ്സിന്റെ ഉള്ളിലാണ് ട്രൈക്കോനിംഫ വളരണത്. അപ്പൊ ടെർമൈറ്റ്സ് ഈ ട്രൈക്കോനിംഫയ്ക്ക് ഷെൽട്ടറും ഫുഡും അതർ ബയോളജിക്കൽ റിക്വയർമെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് അസോസിയേഷൻ ബിറ്റ്വീൻ വുഡ് റോച്ചസ് ആൻഡ് ബാക്ടീരിയ. വുഡ് റോച്ചസും ബാക്ടീരിയയും തമ്മിലുള്ള ഒരു interaction ആണ് പറയുന്നത്. The foregut of wood roaches harbors certain bacteria. ഇപ്പം വുഡ് റോച്ചസില് ബാക്ടീരിയ ഉണ്ടായിരിക്കും. അപ്പൊ the relation between this similar to termite and trichonympha. ട്രൈക്കോനിംഫയുടെയും ടെർമൈറ്റ്സിന്റെയും റിലേഷൻഷിപ്പിന്റെ സിമിലർ തന്നെയാണ് ഈ വുഡ് റോച്ചസിന്റെയും ബാക്ടീരിയയുടെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ മ്യൂച്വലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് മ്യൂച്വലിസം ഉണ്ട്. ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ലിഗേറ്റീവ് മ്യൂച്വലിസം ഉണ്ട്. ഒബ്ലിഗേറ്റീവ് മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിളും അതെന്താണെന്ന് പഠിക്കുക. അപ്പൊ ഒബ്ലിഗേറ്റീവ് മ്യൂച്വലിസം എന്താണ്? അവർക്ക് ഡിപ്പെൻഡിങ് ആണ്. രണ്ടുപേർക്കും ജീവിക്കണമെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്താൽ പറ്റുള്ളൂ. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ലീവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഒബ്ലിഗേറ്റീവ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഇനി ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം ദ പാർട്ട്നേഴ്സ് മേ കോഎക്സിസ്റ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് അതർ. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടും നിൽക്കാൻ പറ്റും. ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസത്തിൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടും സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസത്തിനെ നമ്മൾ വേറെ പേരും കൂടിയും പറയും, പ്രോട്ടോ കോപ്പറേഷൻ എന്ന് കൂടിയും പറയും. അത് ഞാൻ കൊടുത്തിട്ടില്ല, ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രോട്ടോ കോപ്പറേഷൻ എന്നും കൂടിയും ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസത്തിനെ നമ്മൾ വിളിക്കും.
ഇനി ഈ ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസത്തിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഹണീബീസ് ആൻഡ് പ്ലാന്റ്സ്. ഹണീബീസ് ആൻഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഹണീബീസ് വിസിറ്റ് മെനി ഡിഫറെന്റ് പ്ലാന്റ്സ് സ്പീഷീസ് ഫോർ നെക്ടർ ഫ്രം ദ ഫ്ലവർ. അപ്പോൾ ഇവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടും ജീവിക്കാൻ പറ്റും. കാരണം ഇവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യും ഡിഫറെന്റ് പ്ലാന്റ്സ് സ്പീഷീസ്. ഡിഫറെന്റ് ആയിട്ട് ഒരു സ്പെസിഫിക് പ്ലാന്റ് ഒന്നും വേണമെന്നില്ല. ഡിഫറെന്റ് പ്ലാന്റ് സ്പീഷീസ് വിസിറ്റ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് നെക്ടർ അല്ലെങ്കിൽ പൊള്ളൻ ഗ്രെയിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രം ദ ഫ്ലവർ, ആ പ്ലാന്റിലുള്ള ഫ്ലവറിന് നെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഹണിബീസ് ഈ പ്ലാന്റ്സിനെ ഇങ്ങനെ വിസിറ്റ് ചെയ്യും. ആൻഡ് ദിസ് പ്ലാന്റ്സ് വിസിറ്റഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻസെക്ട് ആസ് എ പോളിനേറ്റേഴ്സ് ഫോർ പോളിനേഷൻ. അങ്ങനെ ഈ ഹണിബീസ് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഫ്ലവറിൽ നിന്ന് മറ്റേ ഫ്ലവറിലേക്കൊക്കെ പോയിട്ട് പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്താണ് അത്ര അത്യാവശ്യമില്ല. ഇവർക്ക് വേറെ പ്ലാന്റ്സിലേക്ക് പോവാ, അതുപോലെ തന്നെ വേറെ ഇൻസെക്റ്റും ഈ പ്ലാന്റിന് വന്നിട്ട് പോളിനേഷൻ സംഭവിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് സർവൈവ് ചെയ്യാനും പറ്റും. ഇനി ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസത്തിൽ വരുന്ന എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ എക്സാമ്പിൾ ഓഫ് ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം ഓർ പ്രോട്ടോ കോപ്പറേഷൻ. പ്രോട്ടോ കോപ്പറേഷൻ എന്നും നമ്മൾ ഇതിനെ പറയും. അപ്പൊ ചിലപ്പോ ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം എന്താന്ന് ചോദിക്കും, ചിലപ്പോ പ്രോട്ടോ കോപ്പറേഷൻ എന്ന് ചോദിച്ചാലും ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം എന്താന്ന് എഴുതി വെക്കുക. ഓക്കെ, അതിന്റെ എക്സാമ്പിളും എഴുതുക. ആദ്യത്തെ എക്സാമ്പിൾ ആണ് മൈക്രോറൈസൽ റിലേഷൻ ബിറ്റ്വീൻ ഫംഗൽ ഹൈഫ ആൻഡ് വാസ്കുലർ പ്ലാന്റ്സ്. ഫംഗൽ ഹൈഫയും വാസ്കുലർ പ്ലാന്റ്സും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് പറയുന്നത്. ദ ഫംഗൽ ഗെറ്റ് ന്യൂട്രീഷൻസ് ആൻഡ് ഹോർമോൺസ് ഫ്രം ഹോസ്റ്റ് ട്രീ. ഒരു പ്ലാന്റിൽ നിന്ന്, വാസ്കുലർ പ്ലാന്റിൽ നിന്ന് ഈ ഫംഗസിന് എന്ത് കിട്ടുന്നുണ്ട്? ന്യൂട്രീഷൻസും ഹോർമോൺസും കിട്ടുന്നുണ്ട് ആ ഹോസ്റ്റ് ട്രീന്ന്, അല്ലെങ്കിൽ ആ വാസ്കുലർ പ്ലാന്റിൽ നിന്ന് ഈ ഫംഗസിന് വേണ്ടിയുള്ള ന്യൂട്രീഷൻസും ഹോർമോൺസും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫംഗസ് ട്രീസിന് എന്ത് കൊടുക്കുന്നുണ്ട്? റൂട്ട് ഹെയർസ് സർവൈവ് ചെയ്യുന്നുണ്ട്. റൂട്ട് ഹെയർസ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? വാട്ടർ ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ അബ്സോർപ്ഷൻ, അങ്ങനെയുള്ള അബ്സോർപ്ഷന് വേണ്ടിയിട്ട് റൂട്ട് ഹെയർസ്, ആ പ്ലാന്റിന് റൂട്ട് ഹെയർസ് കൊടുക്കുന്നത് ആരാണ്? ഈ ഫംഗൽ ഹൈഫയാണ്. അപ്പൊ ഇവര് തമ്മിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ലിവ് ചെയ്യുകയാണെങ്കിലും ഇവർക്ക് വലിയ കുഴപ്പമൊന്നും വരില്ല. ഓക്കെ, ഇനി അസോസിയേഷൻ ബിറ്റ്വീൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് പോളിനേറ്റിംഗ് എനിമൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, അപ്പൊ പ്ലാന്റ്സും പോളിനേറ്റിംഗ് എനിമൽസും തമ്മിലുള്ള ഒരു അസോസിയേഷൻ. അപ്പൊ ദ അസോസിയേഷൻ ബിറ്റ്വീൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് സം പോളിനേറ്റേഴ്സ് സച്ച് ആസ് ഇൻസെക്ട്, ബേർഡ്സ്, ബാറ്റ്സ്. അപ്പൊ മ്യൂച്വലി ബെനിഫിഷ്യൽ ഫാക്കൽറ്റേറ്റീവ് ഇന്ററാക്ഷൻസ്. അപ്പൊ ഈ അനിമൽസ് എന്താണ്? പ്ലാന്റ്സിന് പോളിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സ് ആ ഇൻസെക്റ്റിന് അല്ലെങ്കിൽ ആ അനിമൽസിന് എന്ത് കൊടുക്കുന്നുണ്ട്? നെക്ടറും പൊള്ളൻസും ഒക്കെ കൊടുക്കുന്നുണ്ട്, ന്യൂട്രീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അസോസിയേഷൻ ബിറ്റ്വീൻ സീ എനിമോൺസ് ആൻഡ് ഹെർമിറ്റ് ക്രാബ്. അതാണ് അടുത്ത എക്സാമ്പിൾ. നമുക്കറിയാം സീ എനിമോണിന്റെയും ഹെർമിറ്റ് ക്രാബ് ഒക്കെ നമ്മൾ മുന്നേ പഠിച്ചു വരുന്നതൊക്കെയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ അവരുടെ അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർമിറ്റ് ക്രാബ് ലിവ് ചെയ്യണത്, ഹെർമിറ്റ് ക്രാബ് അല്ലെങ്കിൽ ആ ക്രാബ് ഓക്യുപ്പൈ ചെയ്യുന്നത് ഒരു ഷെല്ലിന്റെ ഉള്ളിലാണ്. എംപ്റ്റി ഗാസ്ട്രോപോഡ് ഷെല്ല്, ഒരു എംപ്റ്റി ആയിട്ടുള്ള ഷെല്ലിന്റെ ഉള്ളില് ഈ ക്രാബ് ഉണ്ടാവും. ആ ക്രാബ് ജീവിക്കുന്നത് ആ ഷെല്ലിന്റെ ഉള്ളിലാണ്. ഇനി ഈ ഷെല്ലിന്റെ ബാക്കി പാർട്ട്, ഈ ക്രാബ് ഇരുന്നിട്ടുള്ള റിമൈനിങ് പാർട്ട് ഉണ്ടാവും, ഈ ക്രാബ് ഇരിക്കാത്ത പാർട്ട്. ആ ഒരു പോർഷനിലെ, ആ ഒരു ഷെല്ലിന്റെ ആ പോർഷനിലെ ആരിയിരിക്കും? നമ്മുടെ എനിമോൺ ഇരിക്കും. ഇനി ഈ ക്രാബ് ഈ എനിമോണ് എന്ത് ചെയ്യാണ്? ഫ്രീ ട്രാൻസ്പോർട്ട് കൊടുക്കാണ്. എന്ത് ചെയ്യാണ്? ട്രാൻസ്പോർട്ട്. ഇപ്പൊ അവർക്ക് അങ്ങോട്ട് പോണം, ഇങ്ങോട്ട് പോണം. അപ്പൊ ഈ ക്രാബ് ഇങ്ങനെ നടക്കണോണ്ടൊപ്പം ഇവരുടെ മേലെ ആരിയ്ക്കുന്നുണ്ട്? നമ്മുടെ എനിമോൺ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താണ്? ഫ്രീ ട്രാൻസ്പോർട്ട്. അവർക്ക് നടക്കണ്ട, ഈ ക്രാബ് നടക്കുമ്പോ അങ്ങനെ പോയിക്കോളും. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഈ ക്രാബ് എനിമോണ് ഫ്രീ ട്രാൻസ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എനിമോണ് ക്രാബിന് എന്ത് കൊടുക്കുന്നുണ്ട്? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ക്രാബിന് വേണ്ട പ്രൊട്ടക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ എനിമോണാണ്. പിന്നെ ഇവർ തമ്മിൽ ഫിസിയോളജിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല, ജസ്റ്റ് ഒരു ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വലിസത്തിൽ വരുന്ന എക്സാമ്പിൾ, അല്ലെങ്കിൽ പ്രോട്ടോ കോപ്പറേഷൻ എന്നും നമുക്ക് പറയാം.
ഇനി ലാസ്റ്റത്തെ ടോപ്പിക്കാണ് കമൻസാലിസം. കമൻസാലിസം എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ്. കമൻസാലിസം, മ്യൂച്വാലിസം പോസിറ്റീവ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ്. അതുപോലെ തന്നെ പാരസിറ്റിസം, പ്രിഡേഷൻ, കോമ്പറ്റീഷൻ എന്ത് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ്? പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ എപ്പോഴും കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിഡേഷനും പാരസൈറ്റും കോമ്പറ്റീഷനും എന്ത് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ്? നെഗറ്റീവ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് വരുന്നത്. ഇനി കമൻസാലിസം എന്താന്ന് നോക്കാം. കമൻസാലിസം ഈസ് ഡിഫൈൻഡ് ആസ് എ കണക്ഷൻ ബിറ്റ്വീൻ ടു സ്പീഷീസ് ഇൻഡിവിജ്വൽസ്. One organism gain food benefits from the other organism without harming or without beneficial later organisms. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? രണ്ട് സ്പീഷീസിനും ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പീഷീസിന് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. മറ്റേ സ്പീഷീസിന് എന്താണ്? ബെനിഫിറ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ എന്തും ഉണ്ടാവില്ല, ദോഷം ഉണ്ടാവില്ല, ഹാംഫുള്ളും ഉണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. ഇനി കമൻസാലിസം രണ്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ഒബ്ലിഗേറ്റീവ് കമൻസാലിസം ഉണ്ട്, അതുപോലെ തന്നെ ഫാക്കൽറ്റേറ്റീവ് കമൻസാലിസം ഉണ്ട്. ഫാക്കൽറ്റേറ്റീവ് കമൻസാലിസം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഫാക്കൽറ്റേറ്റീവ് കമൻസാലിസം ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് വൺ സ്പീഷീസ് ബൈ ദ അനദർ. അതിനെ നമ്മൾ ഫോറാൾസി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് ലീവ് ചെയ്യാം. എന്നാലും അങ്ങനെയുള്ള ഒരു ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫോറൻസി എന്ന് പറയുന്നത്. അറ്റാച്ച്മെന്റ് ഓഫ് സക്കർ ഫിഷ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സക്കർ ഫിഷ്, ചെറിയ ചെറിയ ഫിഷസ് ഒക്കെ ലാർജ് ഫിഷസിന്റെ മേലെ വന്നിട്ട് അപ്പൊ ഈ ലാർജ് ഫിഷ് പോകുമ്പോൾ എന്താണ്? ആ സക്കർ ഫിഷിന് എന്താണ്? ട്രാൻസ്പോർട്ട്, അവരും പോവാണ്. അങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഫാക്കൽറ്റേറ്റീവ് കമൻസാലിസം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ആണ് കമൻസാലിസത്തിൽ വരുന്ന അടുത്തൊരു എക്സാമ്പിൾ ആണ് എപ്പിസോവൻസ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ഓൺ ദ സർഫസ് ഓഫ് എനിമൽസ്. ഒരു എനിമലിന്റെ സർഫസിൽ എന്ത് വളരെയാണ്? ഒരു പ്ലാന്റ് വളരെയാണ്. ഓക്കെ, വിത്തൗട്ട് എനി ഫിസിയോളജിക്കൽ ഉള്ളിക്കുള്ള റിലേഷൻസ് ഇല്ലാതെ, ബയോളജിക്കൽ ആയിട്ടുള്ള റിലേഷൻസ് ഒന്നും ഇല്ലാതെ അവരെ അസോസിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതില് വരുമ്പോ എന്താണ്? ഹോസ്റ്റ് എനിമല് എന്ത് കൊടുക്കാണ്? ഹോസ്റ്റ് എനിമല് മറ്റേ പാരസൈറ്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ സബ്സ്ട്രാറ്റും കൊടുക്കാണ്. അവർക്ക് അവിടെ ഫിക്സ് ചെയ്യാനുള്ള ഫിക്സേഷൻ, ഒരു എന്താ പറയാ, ഒരു സ്പേസ് അവർക്ക് അവിടെ ലിവ് ചെയ്യാൻ ഇരിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കാണ് ഈ ഹോസ്റ്റ് എനിമൽ ആ പാരസൈറ്റിന് വേണ്ടിയിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രീൻ ആൽഗെ ഗ്രോയിങ് ഓൺ ദ ലോങ്ങർ ഹെയർ ഓഫ് സ്ലോത്ത്. സ്ലോത്തിന്റെ ലോങ്ങർ ഹെയറിൽ ആരിയിരിക്കുന്നുണ്ട്? ഗ്രീൻ ആൽഗെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ എക്സാമ്പിൾ, കമൻസാലിസത്തിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയല്ല നമ്മുടെ ടോപ്പിക്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് പോപ്പുലേഷൻ? അപ്പൊ പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞു, ഒരു നിങ്ങൾ പറയാ, നിങ്ങളൊന്ന് നോക്കി നോക്കൂ, പോപ്പുലേഷൻ എന്താന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളവിടെ പറയുന്നത് മനസ്സിലായി. അപ്പൊ അതെന്താണ്? ഒരു ഗ്രൂപ്പിലുള്ള, ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു സെയിം സ്പീഷീസിലുള്ള ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനെ ആ എല്ലാ ഓർഗാനിസത്തിനും കൂടിയിട്ടുള്ള തന്നെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. ഓക്കെ, അവര് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് അവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ വാട്ട് യു മീൻ ബൈ ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ? ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ആ ഒരു എൻവയോൺമെന്റ് ചേഞ്ചസ് വരുമ്പോൾ ആ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ എനിമൽസ്, പ്ലാന്റ്സിനെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റണം. അതിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ പറയാം. അപ്പൊ അവർക്ക് അവിടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോർഫോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ അവർക്ക് വരും. അതുപോലെ തന്നെ പ്ലാന്റ്സിന് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ ഇതിൽ പറയാം. എന്താണ്? അവർക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അഡാപ്റ്റേഷൻസ്, എൻവയോൺമെന്റൽ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഈ എൻവയോൺമെന്റൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? അൺഫേവറബിൾ ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ്, അതുപോലെ തന്നെ എൻവയോൺമെന്റിലെ സലൈൻ സോയിൽസിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കുക, അതൊക്കെ ഈ എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ വരുന്ന. അതുപോലെ തന്നെ നല്ല ഹീറ്റ്, അങ്ങനെയുള്ള കണ്ടീഷൻസ്, അതൊക്കെ ഇതിൽ പറയാം.
ഇനി പ്ലാന്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു ഹൗ മെനി ഗ്രൂപ്പ്സ് ഓൺ ബേസിസ് ഓഫ് ഹാബിറ്റൈറ്റ് നമ്മൾ പറഞ്ഞു. പ്ലാന്റ്സിന് ഒരു ഹാബിറ്റൈറ്റ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? സീറോഫൈറ്റ്സ്, ഹാലോഫൈറ്റ്സ്, ഹൈഡ്രോഫൈറ്റ്സ്, ഹെപ്പിഫൈറ്റ്സ്, മീസോഫൈറ്റ്സ്, ഹാലോഫൈറ്റ്സ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അതൊക്കെ എന്താണെന്ന് എഴുതാം. ഇനി കമന്റ് ഓൺ പ്രോട്ടോ കോപ്പറേഷൻ വിത്ത് എക്സാമ്പിൾ. പ്രോട്ടോ കോപ്പറേഷൻ ഞാൻ പറഞ്ഞു, പ്രോട്ടോ കോപ്പറേഷൻ എന്ന് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് മ്യൂച്വാലിസം എന്താണെന്ന് ചോദിക്കും. അപ്പൊ അതെന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് എഴുതുക, അതിന്റെ 2-3 എക്സാമ്പിൾസും കൊടുക്കുക. അതുപോലെ തന്നെ കമന്റ് ഓൺ പാരസിറ്റിസം. പാരസൈറ്റ് എന്താന്ന് പറയാ. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാരസൈറ്റ്സ്, എനിമൽ പാരസൈറ്റ്സും പ്ലാന്റ് പാരസൈറ്റ്സും ഉണ്ട്, അതിന്റെ എക്സാമ്പിൾസും പറയാം. ഓക്കെ, അപ്പൊ ഇത്രയുള്ള നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. താങ്ക് യു ഓൾ.